ഇയാള് പറയുന്നത് ഇയാളാണ് കോപിക്കപ്പെട്ടവർ, അള്ളാഹു കോപിക്കപ്പെട്ട വഴി പിഴപ്പിച്ച ആൾക്കാർ ഇയാളാണ്. എന്നിട്ട് ഇയാള് പറയാണ് അവരുടെ മാർഗത്തിൽ എന്നെ ഉൾപ്പെടുത്തരുത്. ആ ചെളിക്കകത്ത് ഇറങ്ങിയാണ് ഇയാൾ ഈ നിൽക്കുന്നത്. അപ്പൊ ഇത് പറയുമ്പോഴേക്ക് മുസ്ലിങ്ങളായിട്ടുള്ള കുറച്ച് വിശ്വാസികൾ ഇയാളെ അങ്ങ് വിശ്വസിക്കും. ആഹാ, നല്ല ചാമി ചാമി ചാമി, ഫിനോയിൽ വിറ്റിട്ട് അംബാസഡറിൽ വിറ്റിട്ട് പോലീസ് പിടിച്ച, ആ പിടിച്ച പോലീസുകാരൻ എന്റെ സുഹൃത്താണ്. അപ്പോ അതിനുശേഷം പിന്നെ വേറെ ഒരു മാർഗവുമില്ല, ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി ഇസ്ലാമിനെ പുകഴ്ത്തി തുടങ്ങി. ഇനി ഇസ്ലാമിനെ വെറുതെ പുകഴ്ത്താനൊന്നും എനിക്ക് പറ്റില്ലെന്ന് ചാമി. ഫിനോയിൽ രമേശന് തുട്ട് വേണം, തുട്ട്, കാശ് കാശ്, എന്റെ അക്കൗണ്ട് നമ്പർ ഞാൻ തരാം, അതിലേക്ക് ഇട്ടോ. എന്തിന്? ഇസ്ലാമിനെ പുകഴ്ത്തുകയും സംഘികളെ 4 തെറി പറയുകയും ചെയ്യുന്നില്ലേ ഞാൻ? ഇപ്പോതാ ക്രിസംഘികളെ തറഞ്ചും പുറഞ്ചും തെറി പറയുന്നില്ലേ ഞാൻ? അതുകൊണ്ട് എനിക്ക് വേണ്ടത് എന്താണ് പറയട്ടെ. ഫിനോയിൽ രമേശൻ പറയൂ. എന്റെ 65 വയസ്സ് കൊണ്ട് എനിക്കിപ്പോ ഇത്രയും കാലം ഇതുവരെയും തുറന്നു പറയാത്തൊരു കാര്യം, ഒരു സ്ഥലത്ത് വെച്ച് തുറന്നു പറയാത്തൊരു കാര്യം, എന്നെ നിങ്ങൾ സഹായിക്കണം. എന്നെ നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ നിങ്ങളുടെ വീടിന്റെ ജനാലയ്ക്കും അവിടെ ഇവിടെയും എടുക്കുന്ന പൈസയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എടുത്ത് നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ എന്നെ സഹായിക്കുകയാണെങ്കിൽ എനിക്ക് എന്റെ 6 അടി മണ്ണ്, എന്റെ സ്വന്തം 6 അടി മണ്ണ്, 6 അടി മണ്ണിന്റെ ജന്മീന്ന് പറയില്ലേ, ഞാൻ ചത്തുപോകുമ്പോ എനിക്ക് എന്റെ ഭൂമിയിൽ തന്നെ എനിക്ക് ഒടുങ്ങാൻ കഴിയണം. അതൊരു ചെറിയൊരു ആഗ്രഹം, വലിയൊരു ആഗ്രഹമല്ല എന്ന് എനിക്കറിയാം. നിങ്ങളത് സമ്മതിച്ചു തരും. അപ്പൊ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ കഴിയുന്ന സഹായം